എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സാരി ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതിൻ്റെ അളവ് എടുക്കുന്നതും അതുപോലെ തന്നെ അതനുസരിച്ച് തുണിയിൽ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്നതൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ബ്ലൗസിൻ്റെ എല്ലാ പാർട്സും ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് നമുക്ക് ഫ്രണ്ട് സൈഡിലെ കട്ടിങ് എങ്ങനെയാണ് യോജിപ്പിച്ചെടുക്കുന്നത് നോക്കാം. ഓരോ സൈഡിലേക്കും കട്ടിങ്ങിനായിട്ട് നമ്മൾ 3 പീസാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. 2 സൈഡിലേക്ക് അതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ 2 പീസുകൾ ഇതുപോലെ നേരെ നല്ല വശം മുകളിലാക്കി വെക്കാം. അതിനുശേഷം 3ാമത്തെ പീസ് ഇതുപോലെ മോശം വശം മുകളിലാക്കി വേണം വെക്കാനായിട്ട്. മോശം വശം ഇതുപോലെ മുകളിലാക്കി വെച്ച് നമുക്ക് അടിയിൽ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി മുകളിലേക്ക് ആ മറിച്ച് വെച്ച പീസിൽ അത് ഇതുപോലെ നല്ല വശം ഇതുപോലെ മറിച്ചെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് കൈ കൊണ്ടൊന്ന് വരഞ്ഞതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് അടിച്ചെടുക്കണം. അതിനുശേഷം ആ പീസ് ഉൾവശത്തേക്ക് മറിച്ചെടുത്ത് പ്രസ് ചെയ്ത് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഉള്ളിലേക്ക് ഇതുപോലെ മടക്കിയതിന് ശേഷം നമുക്ക് മുകൾ വശത്ത് സൈഡിലൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഒരു സൈഡിലത്തെ കട്ടിങ് ആയിട്ടുണ്ട്. ഇനി മറ്റേ സൈഡും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതുപോലെ 2 സൈഡിലെ കട്ടിങ്ങും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഫ്രണ്ട് വശത്തെ ടക്കുകൾ ഇട്ട് കൊടുക്കാം. ഫ്രണ്ട് പാർട്ട് ഇതുപോലെ നമ്മൾ ഒരുമിച്ചാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ ഒരു സൈഡിലാണ് നമ്മൾ മാർക്കിങ് വെക്കുക. അപ്പോൾ അത് മറ്റേ സൈഡിലേക്കും കൂടി കറക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് മറിച്ചതിന് ശേഷം ആ ടക്കിൻ്റെ ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ടക്കുകളൊക്കെ അപ്പുറത്തെ സൈഡിലും കറക്റ്റായിട്ട് പതിഞ്ഞ് വന്നിട്ടുണ്ടാകും. ഇതുപോലെ പതിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ടക്കുകൾ ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ 2 സൈഡിലും മെയിൻ ടക്കുകളാണ് ഇട്ട് കൊടുക്കുക. അതിന് കറക്റ്റ് സെൻറ്ററിലെ ലൈനിൽ ഇതുപോലെ പിടിച്ചതിന് ശേഷം അടിഭാഗം ഒരുപോലെ വെച്ചതിന് ശേഷം അടിഭാഗം ചെറുതായിട്ടൊന്ന് ലോക്ക് ചെയ്ത് മുകളിലേക്ക് അടിച്ചു കൊടുക്കാം. ടക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ടക്ക് മാർക്ക് ചെയ്ത പോർഷൻ കഴിഞ്ഞാൽ നമ്മൾ അതേ രീതിയിൽ തന്നെ 1/2 ഇഞ്ച് കൂടി പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് വരണം. അപ്പോൾ 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം വേണം നമ്മൾ നൂല് കട്ട് ചെയ്ത് കളയാൻ, അല്ലെങ്കിൽ ടക്കിൻ്റെ തുമ്പ് ഭാഗം പെട്ടെന്ന് അഴിഞ്ഞു പോകും. ഇനി നമുക്ക് മറ്റേ ടക്ക് ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ മെയിൻ ടക്കുകൾ 2 സൈഡിലും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സെൻറ്ററിലുള്ള ഓപ്പണിങ്ങിൻ്റെ ഭാഗത്തുള്ള ടക്കാണ് ഇടേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ മറിച്ചിട്ടിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ലേ 2 പോയിൻറ്റും കറക്റ്റായിട്ട് ഇതുപോലെ പിടിച്ചതിന് ശേഷം നമുക്ക് ഒരു സൈഡിൽ നിന്ന് ഒരല്പം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുണി വെച്ച് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ നൂല് കുറച്ച് ബാലൻസ് നിൽക്കണം. അതിന് ശേഷം കറക്റ്റ് സെൻറ്ററിലേക്ക് അടിച്ച് വെച്ച് അവിടെ നിന്ന് ഇതുപോലെ സൂചി കുത്തി തിരിച്ച് വേണം ഈ ഭാഗത്തേക്ക് ടക്കിട്ട് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് കൈക്കുഴിയുടെ ഭാഗത്തെ ടക്കാണ്. അത് ഇതുപോലെ നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ മാർക്ക് ചെയ്ത സ്ഥലത്ത് സെൻറ്ററിലുള്ള ആ ലൈൻ കറക്റ്റായിട്ട് പിടിച്ച് അറ്റത്തു നിന്ന് സെൻറ്ററിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എല്ലാ ടക്കുകളും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സെൻറ്റർ സ്പ്ലിറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ കറക്റ്റ് മടക്കി പിടിച്ച് നെക്കൊക്കെ കറക്റ്റാക്കി വെച്ചതിന് ശേഷം നമുക്ക് സെൻറ്റർ ഇതുപോലെ കട്ട് ചെയ്ത് 2 പാർട്ടും സ്പ്ലിറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് കട്ടിങ്ങുകൾ വെച്ച് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു സൈഡിലത്തെ കട്ടിങ്ങും ഒരു സൈഡിലെ ഫ്രണ്ട് പാർട്ടും നല്ല വശം ചേർത്ത് വയ്ക്കുക. അതിന് ശേഷം നമ്മൾ ഓപ്പണിംഗ് ഭാഗത്ത് ഇതുപോലെ വേണം 2 പീസുകൾ യോജിപ്പിച്ച് വെക്കാനായിട്ട്. യോജിപ്പിച്ചതിന് ശേഷം 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് ഓപ്പണിംഗ് സൈഡിൽ നിന്ന് ഈ അറ്റം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ആ ടക്കിൻ്റെ ഭാഗം എത്തുമ്പോൾ ടക്ക് ഇതുപോലെ ടക്കിൻ്റെ തയ്യൽ തുമ്പുണ്ടല്ലോ അത് ഇതുപോലെ ഒന്ന് മടക്കി പിടിച്ചതിന് ശേഷം പതുക്കൊന്ന് ഇപ്പുറത്തെ സൈഡ് വലിച്ചു കൊടുക്കാം. അതിന് ശേഷം വേണം ഇവിടെ ചുളിവ് വരാതെ വേണം ഈ അറ്റം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. പിന്നെ കറക്റ്റായിട്ട് ഈ അറ്റം വരെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതുപോലെ 2 സൈഡ് ഇതേപോലെ തന്നെ നമുക്ക് കട്ടിങ് ആയിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇതേ രീതിയിൽ തന്നെ 2 സൈഡിൽ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് സൈഡിലെ പട്ട വെച്ച് കൊടുക്കാം. പട്ട വയ്ക്കാനായിട്ട് നമ്മൾ 2 പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹുക്ക് വെക്കേണ്ട വശത്ത് നമ്മൾ വീതി കുറഞ്ഞ പീസും അതുപോലെ തന്നെ അതിന് ഹുക്കിനുള്ള കുഴി വെക്കേണ്ട സ്ഥലത്ത് നമ്മൾ വീതി കൂടുതലുള്ള പീസാണ് പട്ടയാക്കി വെക്കേണ്ടത്. അതിനുവേണ്ടി ഇപ്പോൾ വീതി കൂടുതലുള്ള പീസ് ഇതുപോലെ നല്ല വശം മുകളിലാക്കി വെക്കാം. 2.5 ഇഞ്ച് വീതിയിലുള്ള ഒരു പീസാണ് എടുത്തിട്ടുള്ളത്.
ഇതുപോലെ നല്ല വശം മുകളിലാക്കി വെച്ചതിന് ശേഷം അതിന് സൈഡ് നമ്മുടെ ഫ്രണ്ട് സൈഡ് നല്ല വശം മുകളിലാക്കി പട്ടയുടെ നല്ല വശത്ത് ഫ്രണ്ട് പാർട്ടിൻ്റെ മോശം വശം ചേർത്ത് വെച്ചിട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് അടി വരെ നമുക്ക് നേരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ നിർത്തിയിടാം. ആ പട്ടയുടെ ഭാഗം ഇതുപോലെ നിർത്തിയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മറുവശം നിർത്തിയിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. വരഞ്ഞു കൊടുത്തതിന് ശേഷം ഈ അറ്റത്തെ പട്ടയുടെ ഈ അറ്റം ഉണ്ടല്ലോ അത് ഒരു 1/2 ഇഞ്ച് മടക്കാം. മടക്കിയതിന് ശേഷം വീണ്ടും ഇതുപോലെ 1 ഇഞ്ച് വീതിയിൽ ഒന്നുകൂടി മടക്കുക. മടക്കിയതിന് ശേഷം നമ്മുടെ ബ്ലൗസിൻ്റെ നല്ല വശത്തേക്ക് ഇതുപോലെ ചേർത്ത് വെച്ച് 4 ഇഞ്ച് വിട്ടതിന് ശേഷം വേണം പുറത്ത് ഈ സൈഡിലിട്ട് നമ്മൾ മടക്കിക്ക് വെച്ചിട്ടില്ലേ ആ സൈഡിൽ 4 ഇഞ്ച് വിട്ടതിന് ശേഷം അടി വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് നമ്മൾ ഏറ്റവും അടിയിലെത്തുമ്പോൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് ബാലൻസ് പീസ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി 1/2 ഇഞ്ച് ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി വെച്ച് നമുക്ക് ഏറ്റവും അടി വരെ ഇതുപോലെ നേരത്തെ അടിച്ചതിൻ്റെ ബാലൻസ് ഈ അറ്റം വരെ നമുക്ക് അടിച്ചെടുക്കാം. ഒന്ന് ലോക്ക് ചെയ്തെടുക്കണം. നമ്മൾ ഒരു സൈഡിലെ പട്ട വെച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ പട്ടയിൽ നമുക്ക് ഹുക്കിനുള്ള പൊഴി വെച്ച് കൊടുക്കണം. അത് നെക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് പൊഴി വെച്ച് കൊടുക്കുന്നത്. ഇനി ഈ പാർട്ട് നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം ഹുക്ക് വയ്ക്കാനുള്ള സൈഡിലെ പട്ട വെച്ച് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഈ പട്ട വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ നല്ല വശം മുകളിലാക്കി നമ്മുടെ ഫ്രണ്ട് പാർട്ട് വെച്ചതിന് ശേഷം നല്ല വശം അടിയിലാക്കി ഈ നമ്മുടെ പട്ടയ്ക്കുള്ള പീസ് ഇതുപോലെ വെച്ച് കൊടുക്കണം. നല്ല വശം ചേർത്താണ് ഈ പട്ട വയ്ക്കുന്നത്. ഏറ്റവും അടിഭാഗത്തും മുകൾ ഭാഗത്തും 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വേണം. അതിന് ശേഷം നമ്മളിതുപോലെ കറക്റ്റാക്കി വെച്ച് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് മുകൾ ഭാഗം വരെ അടിച്ചെടുക്കണം. നമ്മൾ ആ ടക്കിൻ്റെ ഭാഗം ഇതുപോലെ ഒന്ന് വലിച്ചു പിടിച്ച് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ആ ടക്കിൻ്റെ ഭാഗത്തൊരു ചുളിവുകൾ വരും. ഇത് മറിച്ച് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് അടിച്ചു കൊടുക്കാം. ഇനി ഇത് ഉള്ളിലേക്ക് ഇതുപോലെ ആ പട്ട ഉൾവശത്തേക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൈ കൊണ്ടൊന്നും ഇങ്ങനെ പ്രസ് ചെയ്ത് വരഞ്ഞെടുക്കാം. അതിനുശേഷം പട്ടയുടെ അറ്റുണ്ടല്ലോ അരിക് 4 ഇഞ്ച് ഇതുപോലെ ഉള്ളിലേക്ക് മടക്കാം. 4 ഇഞ്ച് ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി നേരത്തെ മടക്കിയ മാതിരി തന്നെ ഇതുപോലെ കൃത്യമായിട്ട് വെച്ച് ഉള്ളിലേക്ക് വെച്ച് ചേര അരികിലൂടെ ഒന്ന് അടിഭാഗം വരെ സ്റ്റിച്ച് ചെയ്യാം. അടിഭാഗം 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ടുണ്ടല്ലോ അത് ഉള്ളിലേക്ക് മടക്കി ഇതുപോലെ അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അടിഭാഗം ലോക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഹുക്ക് വയ്ക്കുന്ന സൈഡിലും പട്ട നമ്മൾ വെച്ച് കഴിഞ്ഞു. ഇതുപോലെ ടക്കിൻ്റെ ഭാഗത്തൊന്നും ചുളിവുകളില്ലാതെ വേണം പട്ട വെച്ചെടുക്കാനായിട്ട്. നമ്മൾ 2 സൈഡിലും പട്ട വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് സൈഡിൽ ഇതുപോലെ നല്ല വശം മുകളിലാക്കി വെച്ചതിന് ശേഷം നമുക്ക് അടിഭാഗം പട്ട വയ്ക്കാനായിട്ട് നമ്മൾ തുണി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അരിക് ഇതുപോലെ തന്നെ ഉൾവശത്തേക്ക് 4 ഇഞ്ചിലും മടക്കി അടിക്കണം. ഇനി നമുക്ക് ബാക്ക് വശത്ത് ഇതുപോലെ തന്നെ നല്ല വശം ചേർത്ത് വെച്ച് മടക്കി അടിച്ച ഭാഗം മുകളിലേക്ക് ആക്കി വെച്ചതിന് ശേഷം 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് ഏറ്റം വരെ അടിച്ചെടുക്കാം. ഇനി ആ പട്ട ഇതുപോലെ മറിച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് അടിച്ചെടുക്കണം. പ്രസ് ചെയ്ത് അടിച്ചതിന് ശേഷം ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി വെറുതെ ഒന്ന് റഫായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിടാം. നമുക്ക് ഹെം ചെയ്തെടുക്കേണ്ടതാണ്. അത് സൈഡൊക്കെ യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ആ റഫ് സ്റ്റിച്ച് അഴിച്ച് കളഞ്ഞ് നമുക്ക് ഹെം ചെയ്തെടുക്കണം. അപ്പോൾ കറക്റ്റായിട്ട് അങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് റഫായിട്ടൊരു സ്റ്റിച്ച് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഷോൾഡർ യോജിപ്പിക്കാം. ഇതുപോലെ നല്ല വശം ചേർത്ത് വെച്ച് അതായത് സൈഡിലത്തെ ഫ്രണ്ട് പാർട്ടും ചേർത്ത് വെച്ച് 1/2 ഇഞ്ചിൽ 2 ഷോൾഡറും കറക്റ്റാക്കി വെച്ചതിന് ശേഷം 1/2 ഇഞ്ച് തയ്യൽ തുമ്പിൽ 2 സ്റ്റിച്ച് ചെയ്തെടുക്കണം. 2 സൈഡും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 സൈഡിലും ഷോൾഡർ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിൽ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ തയ്യൽ തുമ്പ് ബാക്ക് പാർട്ടിലേക്ക് ഇതുപോലെ ഒന്ന് മറച്ച് വെച്ചതിന് ശേഷം നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാം. സ്ലീവിനായിട്ട് കട്ട് ചെയ്ത പീസ് ഉണ്ടല്ലോ, നമ്മളുടെ സ്ലീവിൻ്റെ മടക്കി അടിക്കാനുള്ള ഭാഗം കൃത്യമായിട്ട് മടക്കി നമുക്ക് റഫായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഹെം ചെയ്ത് കഴിയുമ്പോൾ അത് അയച്ചു കളയാം. അത് 2 പീസിൽ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം സ്ലീവിൻ്റെ കുഴിച്ചു വെട്ടിയ ഭാഗം ഫ്രണ്ട് പാർട്ടിലേക്ക് കറക്റ്റാക്കി വെച്ച് നമ്മുടെ സ്ലീവിൻ്റെ സെൻറ്റർ നമ്മൾ ഷോൾഡർ യോജിപ്പിച്ച കറക്റ്റ് ലൈനിൽ വെച്ചതിന് ശേഷം നമുക്ക് സ്ലീവ് യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ കറക്റ്റാക്കിയ സെൻറ്റർ വെച്ചതിന് ശേഷം അവിടെ മുതലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത്. സൂചി ആ കറക്റ്റ് പോയിന്റിൽ വെച്ചതിന് ശേഷം നമുക്കിതുപോലെ ഒട്ടും വലിക്കാതെ തന്നെ കറക്റ്റ് ആ കർവ് പോലെയുള്ള ഭാഗം
ഈ അറ്റം വരെ അടിച്ചു കൊടുക്കാം. അറ്റം എത്തി കഴിയുമ്പോൾ നമുക്ക് തിരിച്ച് സെൻറ്ററിലേക്ക് അടിച്ച് മറ്റേ സൈഡിലേക്കും ഇതുപോലെ തന്നെ തിരിച്ച് അടിച്ചു കൊടുക്കണം. സ്ലീവ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ സെൻറ്ററിൽ നിന്ന് തന്നെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാൻ ശ്രദ്ധിക്കണം. ഇതേ രീതിയിൽ തന്നെ മറ്റേ സ്ലീവും അറ്റാച്ച് ചെയ്തെടുക്കാം. 2 സ്ലീവ് ഇതുപോലെ അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് കറക്റ്റായിട്ട് വെച്ച് സൈഡ് യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ ഫ്രണ്ട്സ് പാർട്ടും ബാക്ക് പാർട്ടും കറക്റ്റാക്കി വെച്ച് 1.5 ഇഞ്ച് തയ്യൽ തുമ്പാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ആ കൈക്കുഴിയുടെ ജോയിൻറ്റ് ഫ്രണ്ട് പാർട്ടിൻ്റെയും ബാക്ക് പാർട്ടിൻ്റെയും കറക്റ്റ് ഒരേ പോയിന്റിലേക്ക് തന്നെ വരാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഏറ്റവും അടിഭാഗവും ഓപ്പണിങ്ങിൻ്റെ സ്ലീവിൻ്റെ ഓപ്പണിങ്ങിൻ്റെ ഭാഗമൊക്കെ കറക്റ്റ് ഒപ്പം വെച്ചതിന് ശേഷം വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെ കറക്റ്റായിട്ട് നമുക്ക് അപ്പുറത്തെ സൈഡും യോജിപ്പിച്ചെടുക്കാം. 2 സൈഡും യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇനി നെക്ക് സ്റ്റിച്ച് ചെയ്യാം. നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ ഒരു പീസ് എടുക്കുക, അതിൻ്റെ മേലെ ഓരോ പീസ് ഈ രീതിയിൽ നല്ല വശം ചേർത്ത് വെച്ച് ഓരോ പീസുകളും യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ എല്ലാ പീസുകളും യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് നെക്കായിട്ട് അറ്റാച്ച് ചെയ്യാം. അതിനായിട്ട് ഇതുപോലെ ബ്ലൗസിൻ്റെ നല്ല വശം മുകളിലാക്കി ഇടാം. അതിന് ശേഷം നമുക്കൊരു ഫ്രണ്ട് പാർട്ട് ഇതുപോലെ ആ പട്ട വെച്ച ഭാഗം ഉണ്ടല്ലോ, ഓപ്പണിങ്ങിൻ്റെ ഭാഗം, അതുപോലെ ബാലൻസ് നീണ്ടു നിൽക്കണമെങ്കിൽ അത് കട്ട് ചെയ്ത് പട്ടയുടെ ഭാഗം നല്ല വശം മുകളിലാക്കി ഇതുപോലെ വെക്കുന്നതിന് ശേഷം നമ്മുടെ ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ ക്രോസ് പീസിൻ്റെ ഭാഗം നല്ല വശം അടിയിലാക്കി 1/2 ഇഞ്ച് നീട്ടിയിടണം കേട്ടോ. 1/2 ഇഞ്ച് ഇതുപോലെ നീട്ടി വെച്ചതിന് ശേഷം ആ പട്ടയുടെ ഭാഗത്ത് നിന്ന് 1/2 ഇഞ്ച് നീട്ടി വെച്ചതിന് ശേഷം 1/4 ഇഞ്ച് തയ്യൽ തുമ്പിൽ ഈ അറ്റം മുതൽ ഈ അറ്റം വരെ തയ്ച്ചു കൊടുക്കാം. മറ്റേ ഫ്രണ്ട് പാർട്ടിൻ്റെ ഓപ്പണിംഗ് വരെ ഇതുപോലെ 1/4 ഇഞ്ച് തയ്യൽ തുമ്പിൽ വേണം തയ്ച്ചു കൊടുക്കാനായിട്ട്. ഒട്ടും വലിച്ചു പിടിക്കരുത്, നെക്കിൻ്റെ ഭാഗം ഒട്ടും വലിച്ചു പിടിക്കാതെ വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമ്മൾ ഷോൾഡർ ലൈനിലെത്തുമ്പോൾ ആ ഷോൾഡർ യോജിപ്പിച്ച തയ്യൽ തുമ്പുണ്ടല്ലോ, അത് ബ്ലൗസിൻ്റെ ബാക്ക് സൈഡിലേക്ക് മടക്കി വെച്ചിട്ട് വേണം നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. അപ്പുറത്തെ ഷോൾഡറിൻ്റെ ലൈൻ വരുമ്പോഴും ബാക്ക് പാർട്ടിലേക്ക് അതിൻ്റെ തയ്യൽ തുമ്പ് മടക്കി വെക്കണം. ഇതേ രീതിയിൽ ഈ അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അറ്റത്തെത്തി കഴിയുമ്പോൾ ഇതുപോലെ ബാലൻസ് വരുന്ന ക്രോസ് പീസിൻ്റെ ഭാഗം 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് നമ്മൾ തയ്യൽ തുമ്പ് ഉണ്ടല്ലോ, ആ തയ്യൽ തുമ്പ് ഇതുപോലെ കത്രികയുടെ തുമ്പ് കൊണ്ട് ശ്രദ്ധിച്ച് ചെറിയ ചെറിയ കട്ടിങ്ങുകൾ ഇതുപോലെ ചെരിച്ച് പിടിച്ച് കട്ടിങ്ങിൽ ഇട്ട് കൊടുക്കണം. സ്റ്റിച്ചിൽ കൊള്ളാതെ ശ്രദ്ധിച്ച് വേണം ഇതുപോലെ കട്ടിങ്ങിൽ ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ക്രോസ് പീസിൻ്റെ ഭാഗം ഇതുപോലെ നിർത്തിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ലൈനൊന്ന് പ്രസ് ചെയ്ത് കൈ കൊണ്ട് ഇങ്ങനെ ഈ അറ്റം വരെ ഒന്ന് വരഞ്ഞിട്ട് കൊടുക്കാം. കറക്റ്റായിട്ട് പതിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഈ അറ്റം ഓപ്പണിങ്ങിൻ്റെ ഭാഗം 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് ഇതുപോലെ മടക്കി ഉള്ളിലേക്ക് വെച്ചതിന് ശേഷം നമ്മുടെ ക്രോസ് പീസ് ഇതുപോലെ 1/4 ഇഞ്ച് വീതി 1/4 ഇഞ്ചിൻ്റെ പൈപ്പിംഗ് പോലെ വെച്ചതിന് ശേഷം ബാക്കി ഉള്ളിലേക്ക് മടക്കി ഇതേപോലെ വെച്ച് അതിൻ്റെ അരിക്ക് ബ്ലൗസിൻ്റെ നെക്കിനോട് ചേർന്ന ആ ഭാഗം അരിക്ക് ചേർത്ത് പ്രസ് ചെയ്ത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഈ അറ്റം വരെ നമുക്ക് അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആ 1/4 ഇഞ്ച് വീതിയിൽ തന്നെ ഈ അറ്റം വരെ അടിച്ചെടുക്കണം. വീതി ഇടയ്ക്ക് കൂടാനും കുറയാനൊന്നും പാടില്ല. അതേ വീതിയിൽ നമുക്ക് ഇതുപോലെ 1/4 ഇഞ്ച് വീതിയിൽ അടിച്ചെടുക്കാം. ഈ അറ്റം എത്തുമ്പോൾ നമ്മുടെ ബാലൻസ് തയ്യൽ തുമ്പില്ലേ, ആ തയ്യൽ തുമ്പ് ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി വെച്ച് വേണം അതിൻ്റെ അറ്റം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അറ്റം സ്റ്റിച്ച് ചെയ്ത് ലോക്ക് ചെയ്തെടുക്കണം. അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉൾവശത്തേക്ക് മറിച്ചിട്ടിട്ട് നമ്മൾ ക്രോസ് പീസ് ഇതുപോലെ മടക്കി അടിച്ചിട്ട് കൂടുതലായിട്ട് എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അതുപോലെ അത് ഇതുപോലെ കട്ട് ചെയ്ത് കളയണം. കട്ട് ചെയ്ത് കളയുമ്പോൾ ബ്ലൗസിലൊന്നും കൊള്ളാതെ ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്ത് കളയാനായിട്ട്. അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്കിനി നെക്ക് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ലേ, ആ ഭാഗം ഉള്ളിലേക്ക് വെച്ച് ഹെം ചെയ്തെടുക്കാനുള്ളതാണ്. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടിൽ മുകളിലേക്ക് ഒരു പട്ട വെച്ച് കൊടുത്തിട്ടില്ലേ, അവിടെ നമുക്ക് ഹുക്ക് ഇടാനുള്ള കുഴി വെച്ച് കൊടുക്കാം. നമ്മുടെ അതിൻ്റെ പട്ടയുടെ ലെങ്ത്തിൻ്റെ 5 ഭാഗിച്ചതിന് ശേഷം 5 കുഴിയാണ് നമ്മൾ വെച്ച് കൊടുക്കുക. പട്ടയുടെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് വന്നതിന് ശേഷം പൊഴിയുടെ മാർക്കിംഗ് സ്ഥലത്ത് ഉള്ളിലേക്ക് മാറ്റി അടിച്ചാണ് നമ്മൾ പൊഴി വെച്ച് കൊടുക്കുക. അതുപോലെ ഈ അറ്റം വരെ 5 പൊഴികൾ ഇട്ട് കൊടുക്കാം. ഇവിടെ 5 പൊഴികൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 പട്ടകൾ ഒരേപോലെ പിടിച്ചതിന് ശേഷം നമ്മൾ പൊഴി ഇട്ട് കൊടുത്ത അതേ ലെങ്ത്തിൽ തന്നെ നമുക്ക് മറ്റേ പട്ടയിൽ ഹുക്കിടാനുള്ള പോയിൻറ്റുകൾ മാർക്ക് ചെയ്തെടുക്കാം.
ഇനി ആ മാർക്ക് ചെയ്ത സ്ഥലങ്ങളിൽ നമ്മൾ ഹുക്കുകൾ തുന്നിപ്പിടിപ്പിക്കണം. അതിനുശേഷം നമുക്ക് നെക്ക് ഉള്ളിലേക്ക് മടക്കി ഹെം ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നമ്മൾ സൈഡ് യോജിപ്പിച്ചില്ലേ, ആ യോജിപ്പിച്ച സ്ഥലത്ത് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് 2-3 സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഒരേ ഡിസ്റ്റൻസിൽ നമ്മൾ 2 സൈഡിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ബാക്ക് പാർട്ടിലെ പട്ടയും സ്ലീവിൻ്റെ ഓപ്പണിങ്ങും ഹെം ചെയ്ത് കൊടുക്കണം. അവിടെ റഫ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഹെം ചെയ്തതിന് ശേഷം അത് അഴിച്ച് കളയണം. ഇതുപോലെ നമ്മുടെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞ് ഹുക്കൊക്കെ വെച്ചതിന് ശേഷം നമുക്കിപ്പോൾ കറക്റ്റായിട്ട് ബോട്ടം സൈഡിലും അതുപോലെ തന്നെ ബോഡി ലൂസ് എല്ലാ അളവുകളും നോക്കിയാലും നമ്മൾ കറക്റ്റ് അളവെടുത്ത അതേ ബ്ലൗസിൻ്റെ അതേ അളവായിരിക്കും. നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.